6 കോടി വർഷം മുമ്പ് ഭൂമിയിലൊരു ആസ്ട്രോയിഡ് വന്നിടിച്ചു. ഇടിച്ചത് ഇന്ന് മെക്സിക്കോ നിൽക്കുന്ന സ്ഥലത്താണെങ്കിലും ലോകം മുഴുവനുള്ള ഡൈനോസറുകൾ ഇല്ലാതായി. എങ്ങനെ? അന്ന് ആസ്ട്രോയിഡിന്റെ കൂടെ വന്ന കോസ്മിക് ഡസ്റ്റ് ഭൂമിയെ മുഴുവനായി മൂടിയിരുന്നു. അങ്ങനെ 2 വർഷത്തോളം സൂര്യപ്രകാശം ഭൂമിയിൽ ലഭിക്കാതായപ്പോൾ ചെടികളെല്ലാം നശിച്ചു. ചെടികളില്ലെങ്കിൽ സസ്യബുക്കുകളും മാംസബുക്കുകളും ക്രമേണ ഇല്ലാതാകും. ഇങ്ങനെയാണ് ഡൈനോസർ ഇല്ലാതായത്. എങ്കിലും ഈ ഒരു സാഹചര്യത്തെ അതിജീവിച്ച ജീവികളുമുണ്ട്. എങ്ങനെയാണ് അവർ ആ കാലത്ത് അതിജീവിച്ചത്? ഈ അന്വേഷണം ആദ്യം തുടങ്ങേണ്ടത് ബേസിൽ നിന്നാണ്, ചെടികളിൽ നിന്ന്. ഇന്ന് ഭൂമിയിലെ ചെടികളിൽ 90% ചെടികളും പൂക്കൾ വഴി പരാഗണം നടത്തുന്നവയാണ്. എന്നാൽ ആസ്ട്രോയിഡ് ഇടിക്കുന്നതിന് മുമ്പ് അങ്ങനെയല്ല കാര്യങ്ങൾ. പൂ പൂക്കുന്ന ചെടികളും കാറ്റ് വഴി, ജലം വഴി, പഴങ്ങൾ വഴി വിത്ത് വിതരണം നടത്തുന്ന ചെടികളും എല്ലാം ഒരേ അനുപാതത്തിലായിരുന്നു. എന്നാൽ ഇന്ന് എന്തുകൊണ്ട് ഇവ മാത്രം 90%? ഉത്തരം സിമ്പിളാണ്. ആസ്ട്രോയിഡ് ഇടിയെ അതിജീവിച്ചത് പൂവിടുന്ന ആൻജിയോസ്പേം ഗണത്തിൽ പെടുന്ന ചെടികളാണ്. ശരി, ഇനി നമുക്ക് ആൻജിയോസ്പേം ചെടികളെ നിരീക്ഷിക്കാം. ഇതിൽ 75% ചെടികളും പോളിപ്ലോയിഡ് ആണ്. ഇവിടെയാണ് കാര്യം. പോളിപ്ലോയിഡ് ആണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. സംഭവം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ മനുഷ്യർക്ക് 2 സെക്സ് ക്രോമസോംസ് ആണുള്ളത്, എക്സും വൈയും. എന്നാൽ തീവ്രമായ അവസ്ഥകളിൽ ജീവിക്കേണ്ടി വന്ന ചെടികൾക്ക് 4ഉം 8ഉം ക്രോമസോംസ് ഉണ്ടാവും. ഇവയാണ് പോളിപ്ലോയിഡ്സ്. സംഭവം എന്താണെന്ന് വെച്ചാൽ, സ്ഥിരമായി കാട്ടുതീ ഉണ്ടാവുന്ന സ്ഥലങ്ങളിൽ ജീവിച്ച, ഹോട്ട്സ്പോട്ടിലെ ലാവാ പുകയെ നേരിടുവാൻ ശീലിച്ച, സൂര്യപ്രകാശം കുറഞ്ഞ മഴക്കാടുകളിൽ അതിജീവിക്കുവാൻ ശീലിച്ച ചെടികൾ ഈ ആസ്ട്രോയിഡ് ഇടിയെയും അതിജീവിച്ചു. ബാക്കി എല്ലാ ചെടികളും പൂർണ്ണമായും ഭൂമിയിൽ നിന്നില്ലാതായി. അങ്ങനെ സസ്യങ്ങളുടെ എണ്ണം കുറഞ്ഞതുകൊണ്ട് സസ്യങ്ങളെ കഴിച്ചിരുന്ന വലിപ്പമുള്ള ജീവികളെല്ലാം മരിച്ചു വീണു. ഇങ്ങനെ ഭൂമി മൊത്തം ശവപ്പറമ്പായി കിടക്കുമ്പോഴാണ് നമ്മുടെ ഹീറോയുടെ വരവ്. ഉറുമ്പുകൾ 2 കാര്യങ്ങളാണ് ചെയ്തത്. ഒന്ന്, അവരുടെ ഭക്ഷണമായ ഫംഗസുകളെ സുരക്ഷിതമായി കോളനിയിലെത്തിച്ചു. ശേഷം ഈ ഫംഗസുകൾക്ക് വളരുവാൻ വേണ്ട പച്ചിലകളെ മുറിച്ചുകൊണ്ടുവന്ന് അവർക്ക് നൽകി. അതെ, ഉറുമ്പുകൾ തന്റെ കൂട്ടിൽ ഫംഗസുകളെ കൃഷി ചെയ്യുകയാണ്. 6 കോടി വർഷം മുമ്പ് ലീഫ് കട്ടർ ആൻസ് തുടങ്ങിയ ഫംഗസ് കൃഷി. ഇങ്ങനെ ഭൂമിയിൽ ഉറുമ്പുകൾ അതിജീവിച്ചപ്പോൾ അവയുടെ എണ്ണം കൂടുകയും ഇതേ ഉറുമ്പുകൾ തന്നെ മറ്റു ചെറുപ്രാണികൾക്ക് ഭക്ഷണമാവുകയും ചെയ്തു. ഈ പ്രാണികളാവട്ടെ വലിപ്പം കുറഞ്ഞ സസ്തിനികൾക്ക് ഭക്ഷണവും. ഇതായിരുന്നു ആസ്ട്രോയിഡ് ഇടിച്ച ശേഷം അടുത്ത 3 ലക്ഷം വർഷം ഭൂമിയിലുണ്ടായിരുന്ന ഭക്ഷ്യശൃംഖല. ഇതിൽ എടുത്തു പറയേണ്ടത് ഈ കാലയളവിൽ സസ്തിനികൾക്കുണ്ടായ പരിണാമ മാറ്റമാണ്. ആസ്ട്രോയിഡ് ഇടിക്ക് മുമ്പും ശേഷവുമുള്ള ഒരേ സസ്തിനിയെ കമ്പയർ ചെയ്താൽ അവയുടെ തലച്ചോറിന്റെ വലിപ്പം കുറഞ്ഞതായി കാണാം. തലച്ചോറിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ എനർജി ആവശ്യമുള്ള അവയവമാണ്. ചെറിയ ബ്രെയിൻ എന്നാൽ കുറച്ച് എനർജി എന്നാണ് അർത്ഥം. അതായത് വളരെ കുറച്ച് ഭക്ഷണ ലഭ്യതയുള്ള കാലത്ത് വളരെ കുറച്ച് എനർജി കൊണ്ട് ജീവിക്കുവാൻ തക്ക രൂപമുള്ള ജീവികളായി പരിണാമപ്പെടുകയാണ് ചെയ്തത്. ഇത്രയും ചെറിയ ബ്രെയിൻ ആയതുകൊണ്ട് തന്നെ ഈ ജീവികൾക്ക് ചിന്തിക്കുവാനുള്ള ശേഷിയൊന്നും അന്നില്ല. പകരം ഓർഗൻസ് പ്രവർത്തിക്കുവാൻ വേണ്ട ഇൻസ്ട്രക്ഷൻ മാത്രം ബ്രെയിൻ നൽകി. ഒരു ഹാഫ് ഡെഡ് പോലെയാണ് അന്നത്തെ ജീവികളെല്ലാം ഭൂമിയിൽ ജീവിച്ചിരുന്നത്. 40 ലക്ഷം വർഷം വേണ്ടി വന്നു ഭൂമിക്ക് പഴയതുപോലെ ആകുവാൻ. എന്നാൽ ആസ്ട്രോയിഡ് ഇടിച്ച അമേരിക്കൻ പ്രദേശങ്ങളിലാവട്ടെ 1 കോടി വർഷത്തോളം വേണ്ടി വന്നു പഴയതുപോലെ ആകുവാൻ. പിന്നീടുള്ള ലോകം നമ്മൾ സസ്തിനികൾക്കുള്ളതാണ്. ഇതിൽ സീൻ കോൺട്രയായത് നമ്മുടെ ഉറുമ്പുകൾ പിടിച്ചിട്ട ഫംഗസുകളുടെ കാര്യത്തിലാണ്. അവയെല്ലാം പുതിയൊരു സ്പീഷീസായി ഇറച്ചി ഫംഗസ്. നമ്മൾ മനുഷ്യർ കാട്ടുകോഴിയെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത് ബ്രോയിലർ കോഴി എന്ന ഇറച്ചിക്കോഴിയാക്കി മാറ്റിയ പോലെ ഈ ഫംഗസ് എല്ലാം ഇപ്പോൾ ഉറുമ്പുകളുടെ പോഷക ഭക്ഷണമാണ്. ഈ ഉറുമ്പുകൾ പുതിയ കൂട് വെക്കുമ്പോൾ ഈ ഫംഗസിനെയും കൊണ്ടുപോകും. എന്നിട്ട് അവിടെ പോയി കൃഷി ചെയ്യും. നല്ലതാണ്. നാളെ പിറ്റേന്ന് ഭൂമിയിൽ ആസ്ട്രോയിഡ് വന്നിടിച്ചാലും ഉറുമ്പുകളെങ്കിലും ബാക്കിയാവുമല്ലോ. ആസ്ട്രോയിഡ് ഇടിച്ച ശേഷമുള്ള ഭൂമിയിലെ വിശേഷം അറിയുവാൻ ഈ വീഡിയോ ക്ലിക്ക് ചെയ്യുക.